ഒരു പേരിൽ എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരോട് ഒരു പേര് കൊണ്ട് മാത്രം ഇന്ത്യൻ ദേശീയ പക്ഷി സ്ഥാനം നഷ്ടപ്പെട്ട പക്ഷികളാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഇന്ന് ലോകത്ത് പറക്കാൻ കഴിവുള്ള പക്ഷികളിൽ ഏറ്റവും ഭാരം കൂടിയ പക്ഷികളിൽ ഒന്നാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകൾ. ഡെക്കാൻ സമതലങ്ങളിൽ ഒരു കാലത്ത് വളരെ സുലഭമായി കണ്ടിരുന്ന പക്ഷികൾ ഇന്ന് IUCNന്റെ റെഡ് ഡേറ്റ ലിസ്റ്റിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചർ സ്പീഷ്യസ് സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ന് ലോകത്ത് മൊത്തത്തിൽ 145 ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്. മഴ കുറഞ്ഞതും എന്നാൽ നീർവാഴ്ചകൾ കൂടുതലുമായിട്ടുള്ള പുൽമേടുകളിലും കുറ്റിക്കാടുകളിലുമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗമായി യുക്കാലി പോലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് മൂലമുള്ള ആവാസ വ്യവസ്ഥ ശോഷണവും വേട്ടക്കാരുടെ ആക്രമണവുമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകളുടെ വംശനാശ ഭീഷണിക്ക് പ്രധാനമായ കാരണമായിരുന്നു. അതോടൊപ്പം തന്നെ കാട്ടുതീ ഉണ്ടാകുന്ന സമയത്ത് പെൺപക്ഷികൾ അവരുടെ കൂടുകളിൽ ഓടിയെത്തി അവരുടെ മുട്ടയും കുഞ്ഞുങ്ങളെയും ചിറകിനടിയിൽ പൊതിഞ്ഞു പിടിച്ച് അനങ്ങാതിരിക്കുന്ന ഒരു സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ കാട്ടുതീയും ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകളുടെ വംശനാശ ഭീഷണിക്ക് ആക്കം കൂട്ടി. ഇന്ത്യക്ക് ദേശീയ പക്ഷി ഉണ്ടാകുന്നതിന് മുമ്പ് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകളെ ഇന്ത്യൻ ദേശീയ പക്ഷിയാക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമായി ആവാസ വ്യവസ്ഥയുള്ള ഒരു പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകൾ. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകളുടെ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്ഷൻ വേണ്ടി കാലങ്ങളായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പരാജയമായിരുന്നു ഫലം. 2024 ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകളുടെ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്ഷൻ വിജയം കണ്ടതുകൊണ്ടാണ് ഇന്ന് ആ പക്ഷികൾ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്.